ബീഹാറിൽ ആണ് ആദ്യ ഫോക്കസ് പോകേണ്ടത്. കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന നൽകാൻ നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഭാരത് രത്ന നൽകിയ തീരുമാനവുമായി ബന്ധപ്പെട്ട് കൂടിയാണ് നിതീഷ് കുമാർ NDA അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമായും പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അത് NDAയിലേക്കുള്ള നിതീഷിന്റെ ചായ്വാണോ എന്നുള്ള ഒരു സംശയത്തെ ബലപ്പെടുത്തുകയാണ്. ഇതാദ്യമായിട്ട് വരുന്ന വിഷയമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ പുനഃക്രമീകരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിതീഷ് കുമാർ കടന്നിരുന്നു. ആ സമയത്ത് ആ രീതിയിലുള്ള ചില സംശയങ്ങൾ വരിക, പിന്നീട് മന്ത്രി വിജയ് ചൗധരിക്കൊപ്പം ഗവർണറെ പോയി കാണുക, ഗവർണറെ കാണുന്നത് വൈസ് ചാൻസലർ നിയമനത്തിനാണ് എന്ന രീതിയിൽ സർക്കാർ വൃത്തങ്ങൾ വിശദീകരണം നൽകുമ്പോൾ പോലും അങ്ങനെയൊന്നുമല്ല, ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കും എന്നുള്ളത് മുൻ മുഖ്യമന്ത്രി ഹിന്ദുസ്ഥാൻ അവാം മോർച്ച നേതാവ് ജിതൻ റാം മാഞ്ചിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ നേരത്തെ തന്നെ നടക്കുന്നുണ്ട്. അത്തരം അഭ്യൂഹങ്ങളാണ് സംശയങ്ങളായി മാറുന്നത്. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അകൽച്ച നിതീഷിനുണ്ട്. അതിനുണ്ടാകാനുള്ള കാരണങ്ങൾ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തേക്ക് വന്ന മല്ലികാർജുൻ ഖാർഗെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതുണ്ട്. അങ്ങനെ പല വിഷയങ്ങൾ എനിക്ക് തോന്നുന്നു ആ വിഷയത്തിൽ കടക്കും മുമ്പ് നമുക്ക് ഈ കർപ്പൂരി താക്കൂറിന് എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഭാരതരത്ന പ്രഖ്യാപിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ്. ബീഹാറിനെ സംബന്ധിച്ച് ബീഹാറിൽ ജയപ്രകാശ് നാരായണൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ അവിടുത്തെ ജനനായകൻ എന്നൊക്കെ വിളിക്കുന്ന ബീഹാറിനെ എൻ്റെ ഒരു ചരിത്രം മൊത്തം പരിശോധിച്ചു കഴിഞ്ഞാൽ ചമ്പാരൻ സമരം ഗാന്ധിജി നയിച്ച ഒരു നാടാണ്. അവിടെ വലിയ സാമൂഹിക പരിഷ്കരണത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ അത്തരത്തിൽ തൊഴിലാളി മൂവ്മെന്റുകളൊക്കെ വലുതായി ഉണ്ടായ സ്ഥലമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത്തരം സാമൂഹ്യ പരിഷ്കരണം, സാമൂഹ്യ നീതി എന്ന ആശയം ഏറ്റവും ശക്തമായി നടപ്പാക്കിയ ഒരു സംസ്ഥാനമാണ് ബീഹാർ. ജയപ്രകാശ് നാരായണനെ പോലെ വലിയ തലപ്പൊക്കം ഉണ്ടായിരുന്ന നേതാക്കന്മാർ ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരെ വലിയ ശബ്ദം ഉയർത്തുകയും വലിയ സമരങ്ങളൊക്കെ നയിക്കുകയും ഒക്കെ ചെയ്ത നേതാവാണ്. ജയപ്രകാശ് നാരായണൻ കഴിഞ്ഞാൽ ബീഹാറികളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു നേതാവ് എന്ന് പറയുന്നത് കർപ്പൂരി താക്കൂറാണ്. 2 തവണ അവിടെ 2 പാർട്ടികൾ, ജനതാ പാർട്ടിയിലും സോഷ്യലിസ്റ്റ് പാർട്ടിയിലുമായി മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ആദ്യമായി ഈ സംവരണം ഇന്ത്യയിൽ ദേശീയ തലത്തിൽ മണ്ഡൽ കമ്മീഷനൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് സംവരണം അവിടെ നടപ്പാക്കിയ നേതാവാണ്. സാമൂഹ്യ ഒരാൾ ജന്മം കൊണ്ട് ഏതെങ്കിലും ജാതിയിൽ പെട്ടുപോയി എന്നതുകൊണ്ട് അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടരുത്, അവർക്ക് കൂടി സംവരണം നൽകണം എന്നൊക്കെ ആവശ്യപ്പെട്ട ഒരു നേതാവാണ് കർപ്പൂരി താക്കൂർ. അന്ന് ഈ കർപ്പൂരി താക്കൂറിനെ കുറിച്ച് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക പത്രങ്ങളിലും പ്രാദേശിക പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഹിന്ദു അടക്കമുള്ള ചില പത്രങ്ങൾ ഒഴികെ ബാക്കി മിക്കവാറും പത്രങ്ങളിലൊക്കെ നരേന്ദ്രമോദിയുടെ ലേഖനമുണ്ട്. കർപ്പൂരി താക്കൂറിനെ കുറിച്ചാണ് ലേഖനം. അതിനകത്തൊക്കെ അദ്ദേഹം പറയുന്നത് കൈലാസ് രാജ് മിശ്രയാണ് എന്നോട് ആദ്യം പറഞ്ഞത്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കർപ്പൂരി താക്കൂറിനെ, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ മഹത്വമൊക്കെ പറയുന്നുണ്ട്. ഇതേ കൈലാസ് രാജ് മിശ്ര എന്ന് പറയുന്നത് ആദ്യം സംവരണം നടപ്പാക്കുന്ന സമയത്ത് ബീഹാറിലെ ക്യാമ്പസുകളിൽ ABVP-യുടെ നേതൃത്വത്തിൽ, അന്ന് BJP ഉണ്ടായിട്ടില്ല, അന്ന് ജനസംഘമാണ്, ABVP-യുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളൊക്കെ വന്നതാണ്. ഈ സംവരണത്തിനെതിരായ സംവരണ വിരുദ്ധ സമരം, മണ്ഡൽ കാലത്തുണ്ടായ സംവരണ വിരുദ്ധ സമരം പോലെ വലിയ സമരങ്ങളൊക്കെ വന്നതാണ്. അതിന് നേതൃത്വം നൽകിയ അവിടുത്തെ ഒരു ABVP നേതാവ് കൂടിയൊക്കെ ആയിരുന്നു ഈ കൈലാസ് രാജ് മിശ്ര. അദ്ദേഹം തന്നെയാണ് പറഞ്ഞതെന്ന് മോദി ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് കൃത്യമായും ജനസംഘം എതിർത്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന നിലയ്ക്കും അല്ലെങ്കിൽ ഈ സാമൂഹ്യ നീതിയിൽ സംവരണം ഹിന്ദുമതത്തിൽ സംവരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംവരണത്തിന് എല്ലാ കാലത്തും ചില രാഷ്ട്രീയ വൈരുദ്ധ്യമൊക്കെ വലിയ തോതിൽ ഉള്ളതാണ്, വലിയ തോതിൽ തന്നെ രാഷ്ട്രീയ വൈരുദ്ധ്യമുള്ളതാണ്. സംവരണത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും BJP-യുടേതായാലും RSSന്റെ ഒക്കെ സ്റ്റാൻഡ് പല രീതിയിൽ തന്നെയായിരുന്നു. അത് ഹിന്ദു മതത്തെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് പലപ്പോഴും ആത്യന്തികമായ സ്റ്റാൻഡ്. ചില ഘട്ടങ്ങളൊക്കെ അനുകൂലിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അങ്ങനെ എതിർത്ത ഒരാളിനെ അല്ലെങ്കിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ ധാരയിൽ നിൽക്കുന്ന ഒരാളെ ഇപ്പോൾ ഭാരതരത്ന കൊടുക്കുന്നു. അവിടെയാണ് BJP കാണുന്ന വളരെ സമർത്ഥമായ ഒരു പൊളിറ്റിക്സ് ഉള്ളത്. കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അവിടെ NDA സഖ്യത്തിൽ നിതീഷ് കുമാർ NDAയുടെ ഭാഗമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 40 സീറ്റുകൾ 39 സീറ്റുകളും നേടിക്കൊണ്ട് ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസ് ലഭിച്ചത്. RJDക്ക് ഒരു സീറ്റും ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അന്ന് 17 സീറ്റ് BJPക്ക് ലഭിക്കുന്നു, 16 സീറ്റാണ് JDUവിന് ലഭിക്കുന്നത്, 6 സീറ്റുകൾ രാംവിലാസ് പാസ്വാന്റെ പാർട്ടിക്ക് ലഭിക്കുന്നു, LJPക്ക് ലഭിക്കുന്നു. അങ്ങനെ വലിയൊരു വിജയം ഉണ്ടാക്കിയതാണ്. ഇതിൽ നേടാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ വിജയം 40-ൽ 39 എന്ന് പറഞ്ഞാൽ വലിയ വിജയമാണ്. അന്ന് ഈ വിജയത്തിന് സഹായിച്ചത് നിതീഷ് കുമാർ ആയിരുന്നു. ഇന്ന് ആ നിതീഷ് കുമാർ ഇല്ല. നിതീഷ് കുമാർ ചേർന്നിരിക്കുന്നത് നിതീഷ് കുമാറും RJD ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി,
അതോടൊപ്പം തന്നെ കോൺഗ്രസ് മഹാഗഠബന്ധനകത്ത് കോൺഗ്രസ് വരുന്നുണ്ട്. അവിടുത്തെ ചില മേഖലകളിലൊക്കെ ശക്തമായ ലെഫ്റ്റ് മൂവ്മെന്റ് CPIയും CPIയും ഒക്കെ ഉള്ള അവർ ലെഫ്റ്റ് മൂവ്മെന്റുകൾ വരുന്നുണ്ട്. അങ്ങനെ വിവിധ പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ മഹാഗഠബന്ധൻ വരുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ നീതിയുടെ പൊളിറ്റിക്സ് ആണ്. അവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഇന്ത്യ മുന്നണി തന്നെ പ്രധാന അജണ്ടയായി എടുത്തുകൊണ്ടിരിക്കുന്നത് ജാതി സെൻസസ് നടത്തുകയും ജാതി സെൻസസ് ഫലം പ്രഖ്യാപിക്കുകയും 65% സംവരണം അവിടെ പ്രഖ്യാപിക്കുകയും ഒക്കെ നടപ്പായില്ലെങ്കിലും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത സ്ഥലമാണ്. അവിടെ ഈ പിന്നാക്ക ജനവിഭാഗത്തിലെ EBC എന്ന് പറയുന്ന അതിനേക്കാൾ പിന്നോക്കമായി നിൽക്കുന്ന ആളുകൾ, ദളിത് വിഭാഗം, ഇവരെ എല്ലാം കൂടെ റെപ്രസെന്റ് ചെയ്യുന്ന യാദവ് വിഭാഗത്തിൽ നിന്ന് 10-12% യാദവ് വിഭാഗമുണ്ടെങ്കിലും പിന്നോക്കങ്ങളുടെ ഒരു പൊതു പാർട്ടി എന്ന നിലയ്ക്കും അല്ലെങ്കിൽ മുസ്ലിം പിന്തുണ കൂടിയുള്ള ഒരു പാർട്ടി എന്ന നിലയ്ക്ക് RJD, മറ്റ് അതീവ പിന്നോക്കക്കാർ EBC എന്ന് പറയുന്ന വിഭാഗത്തിന്റെയും ദളിത് വിഭാഗത്തിന്റെയും പിന്തുണയുള്ള ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അവിടെ നിതീഷ് കുമാർ, പിന്നെ നിതീഷ് കുമാർ അതിനൊക്കെ അപ്പുറത്തേക്ക് കഴിഞ്ഞ 18 വർഷക്കാലം ഏകദേശം ഒരു 250 ദിവസം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇന്ദിരാ മാഞ്ചി നിന്ന ദിവസങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ദീർഘകാലം രണ്ട് മുന്നണി NDAയുടെ ഭാഗമായിട്ടും മഹാഗഠബന്ധന്റെ ഭാഗമായിട്ടും എല്ലാം മുഖ്യമന്ത്രിയായിരുന്നയാൾ. അങ്ങനെ മുന്നണി മാറുമ്പോഴും നിതീഷിന് ബീഹാറിൽ ഒരു വലിയ പ്രതിച്ഛായയുണ്ട്. ബീഹാറിനെ യഥാർത്ഥത്തിൽ ലാലു രാജിന്റെ കാലത്ത് നിന്ന് മാറ്റി ഒരു പ്രതിച്ഛായ വലിയ രീതിയിലുണ്ട്. പിന്നെ അവിടെ പ്രധാനമായും അവിടുത്തെ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംവരണം കൂടുതൽ നടപ്പാക്കിയത് അല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകിയത് അതിനെല്ലാം ചെയ്ത് നിതീഷ് കുമാറാണ്. ആ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഏത് നിലപാടാണ് ഇന്ത്യ സർക്കാർ സ്വീകരിക്കുന്നത്? BJP സ്വീകരിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ABP എടുത്ത നിലപാട് ഇതൊന്നും അറിയാത്ത ഒരാളല്ല നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ. അങ്ങനെയുള്ള നിതീഷ് കുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രതികരണം, അത് ഇത്രയും വലിയ ഒരു ജനസമുദ്രത്തെ സാക്ഷി നിർത്തി പറയുന്നതിന്റെ പിറകിൽ ഉണ്ടോ മറ്റൊരു താല്പര്യം?